കേന്ദ്ര സർക്കാർ നമ്മുടെ പിണറായി സർക്കാരിനോടുള്ള വൈരാഗ്യം തീർക്കുന്നതാണോ എന്നറിയില്ല. സാധാരണക്കാരായ, അതായത് വിധവകളും വികലാംഗരുമായിട്ടുള്ള സാധാരണക്കാരുടെ ഒരു അഭയകേന്ദ്രം അല്ലെങ്കിൽ അവരുടെ ഒരു നിത്യത്തൊഴിലാണ് നമ്മുടെ ലോട്ടറി. ആ ലോട്ടറി രംഗത്തേക്ക് ഇപ്പോൾ GST വിഭാഗത്തിൻ്റെ പേരിൽ 40% അധിക GST ആണ് ഇപ്പോൾ ഉൾപ്പെടുത്തിക്കൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത്, കേന്ദ്ര സർക്കാർ. അപ്പോൾ അത് സാധാരണക്കാർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് ആ ഒരു ഉത്തരവ് വന്നിരിക്കുന്നതെന്നാണ് ഇപ്പോൾ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന സാധാരണക്കാരുടെ അഭിപ്രായം. നമുക്ക് എന്താണെന്ന് കേട്ടു നോക്കാം. സമരം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ സമരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് 2 ലക്ഷത്തോളം തൊഴിലാളികൾ തൊഴിലെടുക്കുന്ന കേരള ലോട്ടറി അത് തകർക്കുന്ന സമീപനവുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത് അവസാനിപ്പിക്കണമെന്നും കഴിഞ്ഞ GST കൗൺസിലിൽ വർദ്ധിപ്പിച്ചിട്ടുള്ള 40% മാറ്റിയിട്ടുള്ള ലോട്ടറിയുടെ നികുതി ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ്. നേരത്തെ 28% അതിപ്പോൾ 48% വർദ്ധിപ്പിച്ചിരിക്കുന്നു. കേരള ലോട്ടറി സർക്കാർ നടത്തുന്ന ഒരു ലോട്ടറിയാണ്. സർക്കാർ നടത്തുന്ന ലോട്ടറിക്ക് അതിൻ്റെ നടത്തിപ്പുകാർ സർക്കാരാണ്. അതിന് മറ്റൊരു നികുതിയുടെ ആവശ്യമില്ല. അതിൻ്റെ ലാഭം നിശ്ചയിക്കുന്ന സർക്കാരാണ്. ചില കമ്മീഷൻ മാത്രമാണ് വരുമാനമായി ഏജന്റുമാർക്കും വിൽപ്പനക്കാർക്കും ലഭിക്കുന്നത്. അത് ലഭിക്കുന്നതാവട്ടെ കേരളത്തിലെ വലിയ തൊഴിൽ മേഖലയാണ്. വികലാംഗരും വിധവകളും അനേകായിരങ്ങൾ ആശ്രയിച്ച് കഴിയുന്ന, അതുപോലെ തന്നെ പുത്തൻ തലമുറയിൽ പുതിയ തൊഴിൽ സംരംഭകരായിക്കൊണ്ട് ഏജന്റുമാരായി കടകളൊക്കെ ഇട്ട് കടന്നു വന്നിട്ടുള്ള അനേകായിരം അടക്കം ലക്ഷക്കണക്കിന് ആളുകൾ തൊഴിൽ ചെയ്യുന്ന ഒരു തൊഴിൽ മേഖലയിൽ ലോട്ടറി പോലുള്ള ഒരു ഉൽപ്പന്നത്തിൽ, ലോട്ടറി ഒരു ഉൽപ്പന്നമേ അല്ല, നമുക്കറിയാം നറുക്കെടുപ്പിൻ്റെ സമയം കഴിഞ്ഞാൽ അത് കടലാസാണ്. ആ കടലാസിനെ മുൻനിർത്തിക്കൊണ്ടാണ് സംസ്ഥാന സർക്കാർ ലോട്ടറി നടത്തുന്നത്. അത് സുതാര്യവും സത്യസന്ധവും ഉണ്ടെങ്കിൽ മാത്രമാണ് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അതല്ലെങ്കിൽ അത് ചൂതാട്ടമായി മാറും. ആ ചൂതാട്ടമായി മാറാതിരിക്കണമെങ്കിൽ നടത്തിപ്പുകാർ എടുക്കുന്ന പണത്തെക്കുറിച്ച് കൃത്യമായി ധാരണയുണ്ടാവും. അമിതമായ ലാഭമോ അമിതമായ കൊള്ളയോ ഈ മേഖലയിൽ നടത്തിയാൽ അന്യസംസ്ഥാന ലോട്ടറികൾ പോലെ അത് ചൂതാട്ടമായി മാറും. എന്നാൽ കേരള ലോട്ടറി കൃത്യമായി സമ്മാന വിഹിതവും കൃത്യമായ തൊഴിൽ വീതമായിക്കൊണ്ടുള്ള ഏജന്റുമാരുടെ കമ്മീഷനും നൽകിക്കൊണ്ടാണ് കേരള ലോട്ടറി നടത്തുന്നത്. ആ കേരള ലോട്ടറി നിലവിൽ 40% നികുതിയായി വർദ്ധിപ്പിച്ചാൽ എങ്ങനെ മുന്നോട്ട് പോകും? അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് കേരള ലോട്ടറിയെ കൊണ്ടെത്തിക്കുന്നതിൻ്റെ വികാരം എന്താണ്? എങ്ങനെയാണ് നടത്തിപ്പുകാർക്ക് പുറത്തുള്ള ഒരാൾ, കേരള ലോട്ടറി കേരള സർക്കാരാണ്, നടത്തിപ്പുകാർക്ക് പുറത്തുള്ള ഒരു ഏജൻസി അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് 30 രൂപയോളം, 100 രൂപയ്ക്ക് 30 രൂപയോളം, 40% എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡ് ആയതുകൊണ്ട് 100 രൂപയ്ക്ക് 30 രൂപയോളം ആദ്യം തന്നെ എടുത്ത് പോക്കറ്റിൽ വെച്ചാൽ ഇതിനെങ്ങനെയാണ് സുതാര്യവും സത്യസന്ധവുമായി കേരളത്തിൻ്റെ മണ്ണിൽ നടത്താൻ കഴിയുക? ഭാവിയിൽ ജനങ്ങൾക്ക് സമ്മാനം കിട്ടുന്നില്ല എന്ന പരാതി, ടിക്കറ്റ് വിറ്റുപോകുന്നില്ല എന്ന പരാതി, തൊഴിൽ നഷ്ടപ്പെടുന്ന പരാതി, ഇതൊക്കെ വലിയ ഭാഗമായി ഉയർന്നു വരും. ഇതിനെയൊക്കെ ആത്യന്തികമായി ഇതിനെയൊക്കെ സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നികുതി ഘടനയാണ്. അങ്ങനെ ലോട്ടറി പോലുള്ള ഒരു ഉൽപ്പന്നത്തിൽ നിന്ന് മോഹങ്ങൾ വിറ്റുകൊണ്ട് കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി പണം കണ്ടെത്തുന്ന, നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പണം കണ്ടെത്തുന്ന, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പണം കണ്ടെത്തുന്ന, നമ്മൾ ചേർത്ത് പിടിക്കേണ്ട അനേകായിരം വികലാംഗനും വിധവകളും അന്ധനുമായിട്ടുള്ള തൊഴിലാളികൾ തൊഴിൽ ചെയ്യുന്ന ഒരു തൊഴിൽ മേഖലയെ തകർക്കുന്ന സമീപനത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്തിരിയണം. ഇതിന് നികുതിയുടെ ആവശ്യമേ ഇല്ല. ഞങ്ങളുടെ വിശ്വാസം ഗവർണർ ഇത് മനസ്സിലാക്കി, ഈ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അദ്ദേഹം പ്രധാനമന്ത്രിയോടും കേന്ദ്ര ധനകാര്യമന്ത്രിയോടും ഇതിനെക്കുറിച്ച് സംബന്ധിച്ച് ഈ GST പിൻവലിക്കണമെന്ന് ശുപാർശ ചെയ്യും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അതുകൊണ്ടാണ് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് മാർച്ച് ചെയ്തു. ഇത്തരത്തിലൊരു അധിക GST വരുന്നതോടുകൂടി സാധാരണക്കാരുടെ ജീവിതത്തിനല്ലേ ഇത് കൂടുതൽ ബാധിക്കുന്നത്, അവരുടെ വരുമാന മാർഗ്ഗത്തിന്? ഈ സാധാരണ ലോട്ടറി തൊഴിലാളികൾക്ക് നിസ്സാരമായ വരുമാനമാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഇപ്പം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ലോട്ടറി അവരുടെ കയ്യിൽ വിറ്റുപോകാതെ ബാലൻസ് വന്നാൽ അന്നത്തെ വരുമാനം തീർന്നു. ആ ഒരു സ്ഥിതിയിലാണ് ഇപ്പോഴത്തെ ഈ GST 40% ഏർപ്പെടുത്തുന്നതിലൂടെ സംഭവിക്കാൻ പോകുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ആളുകളെ ഈ കെട്ടകാലത്തും, അതായത് ഈ ലോട്ടറി മേഖലയിൽ വലിയ പ്രശ്നങ്ങളാണ്, വിറ്റുപോകുന്നില്ല, സമ്മാനമടിക്കുന്നില്ല എന്നൊക്കെയുള്ള പരാതികൾ ജനങ്ങളുടെ ഇടയിലുള്ളപ്പോൾ തന്നെ അല്ല, അതൊക്കെ സമ്മാനത്തിൻ്റെ തുക കൃത്യമായി പറയുന്ന കാലഘട്ടത്തിൽ തന്നെ ഗവൺമെൻറ് പരമാവധി കൊടുക്കുന്നുണ്ട്. അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയും ഞങ്ങളും സമ്മതിക്കില്ല. അത് കൃത്യമായി ആ കാലാവധി, അതൊക്കെ വെറുതെ അടിക്കണ പരാതികളാണ്. കൃത്യമായി 3 മാസത്തിനുള്ളിൽ പ്രൈസ് അടിക്കുന്ന ആളുകൾക്ക് കൃത്യമായി അവർക്ക് കൊടുക്കുന്നുണ്ട്. അത് 3 മാസം വരെ കാലാവധിയുണ്ട്. ആളുകൾ 1 മാസത്തിനുള്ളിൽ തന്നെ മേടിച്ചു പോകുന്നുണ്ട്.
പക്ഷേ അവർക്കത് മാറിയെടുക്കാനുള്ള കാലാവധി എന്ന് അല്ല പറഞ്ഞാൽ ഇതുമായിട്ട് സംബന്ധിച്ച് പലരും കേസുമായിട്ട് കോടതിയിലുണ്ട്, നമുക്കറിയാവുന്നതാണ്. കോടതിയിൽ കേസുണ്ട്, പലരും കോടതിയിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ അതിനെല്ലാം മറികടന്നുകൊണ്ട് ഇപ്പോഴത്തെ ഈ സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ ഇങ്ങനെ പല വിധത്തിൽ നാരങ്ങ ഈ തട്ടുകടക്കാർ നാരങ്ങ വെള്ളത്തിന് നമ്മൾ ചോദിക്കുമ്പോൾ നാരങ്ങ പിഴിയുന്നത് പോലെ കേരളത്തെ പിഴിഞ്ഞ് എടുക്കുന്ന നടപടിയാണ് കേന്ദ്ര ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കെട്ട കാലത്ത് പോലും കൃത്യമായി ഈ സമ്മാനമടിക്കുന്ന ഓരോ ആൾക്കും ഈ സമ്മാനത്തിൻ്റെ തുക അവരുടെ അക്കൗണ്ടുകളിലൂടെ കൃത്യമായി കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ഗവൺമെൻറ് ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. ഈ പൈസ താനാധീന ചെലവിൽ, അതായത് തന്നിഷ്ടപ്രകാരം കിട്ടുന്നിടത്തൊക്കെ ചെലവ് ചെയ്ത് അത് പൈസ കളയാതിരിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടിയുള്ള ബോധവൽക്കരണ പരിപാടി കൂടി കേരള ഗവൺമെൻറ് ചെയ്യുകയാണ്. അല്ല, ഇത് ഇങ്ങനെ ഒരു അധിക GST വന്നതിന് നമ്മുടെ കേരള സർക്കാർ എതിർത്തില്ലേ? പിന്നെ കേരള സർക്കാർ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ ബാലഗോപാൽ വളരെ ശക്തമായി ഇതിനെ എതിർത്തതാണ്. അദ്ദേഹം അത് നമ്മുടെ യോഗത്തിൽ വന്ന് പറയുകയും നിങ്ങളും കൂടി ഈ സമരത്തിൽ പങ്കെടുക്കണം എന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് കൂടിയാണ് നമ്മുടെ അതുകൂടാതെ എല്ലാവരും നമ്മളിത് വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ സംരക്ഷണ സമിതിയുടെ യോഗം കൂടി തീരുമാനമെടുത്തു. അപ്പോൾ മന്ത്രിയുമായി സംസാരിച്ചപ്പോൾ മന്ത്രിയും പറഞ്ഞു നിങ്ങൾ സമരത്തിൽ പോകാൻ പറഞ്ഞു. അങ്ങനെയൊക്കെയാണ് നമ്മളിപ്പോൾ സമരത്തിൽ. GSTയുടെ വർധനവ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കി കഴിഞ്ഞു. അതിലൂടെ 12% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപയാണ്. ആ കോടിക്കണക്കിന് രൂപയിലെ പകുതി സംസ്ഥാന സർക്കാരിനാണ് ലഭിക്കുക, പകുതി സെൻട്രൽ ഗവൺമെൻറ് ലഭിക്കുക. ബാക്കി വരുന്ന പകുതിയുടെ ഭാരം തൊഴിലാളിയുടെ മേൽ അടിച്ചേൽപ്പിക്കരുത്, ഈ മേഖലയുടെ മേൽ അടിച്ചേൽപ്പിക്കരുത്. മേഖല എന്ന് പറഞ്ഞാൽ വാങ്ങുന്നവൻ, അവൻ സമ്മാനം കിട്ടണം, ഇനിയും സമ്മാനം കുറയ്ക്കാൻ പറ്റില്ല. വിൽക്കുന്നവൻ, ഏജൻസി കമ്മീഷൻ, അവൻ്റെ കമ്മീഷൻ കുറയാൻ പാടില്ല. ഈ നിലയിൽ കേരള ലോട്ടറിയിൽ ഇപ്പോൾ അധികരിച്ചു വന്നിരിക്കുന്ന ബാധ്യത, ആ ബാധ്യത നടത്തിപ്പുകാരായിട്ടുള്ള സംസ്ഥാന ഗവൺമെൻറ് ഏറ്റെടുക്കണം. നേരത്തെ സർവീസ് ടാക്സ് കടന്നു വന്ന വിധത്തിൽ എങ്ങനെയാണോ കൈകാര്യം ചെയ്തത് അതുപോലെ കൈകാര്യം ചെയ്യണം. അതല്ലാതെ ഇവിടെ അമിതമായി ഒന്നും തൊഴിലാളികളുടെ കയ്യിലുമില്ല, പൊതുജനങ്ങളുടെ കയ്യിലുമില്ല. പൊതുജനങ്ങൾ ഒരു വിശ്വാസം എന്ന നിലക്ക് അവൻ അടിക്കുമെന്ന പ്രതീക്ഷയോടുകൂടിയും ഈ തൊഴിൽ മേഖല നിലനിർത്തുവാൻ വേണ്ടി എടുക്കുന്ന ടിക്കറ്റാണ്. അവൻ്റെ കയ്യിൽ അമിതമായി ഒന്നുമില്ല, അതുകൊണ്ട് അങ്ങോട്ട് എടുക്കാൻ പറ്റില്ല. സമ്മാനങ്ങളിൽ നിന്ന് ഏജന്റുമാർ വികലാംഗനും വിധവകളുമാണ്, അവരിൽ നിന്ന് എടുക്കാൻ കഴിയില്ല. ആ ഒരു കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ് ഉചിതമായ തീരുമാനം എടുക്കും. തൊഴിലാളികളുടെ സർക്കാരല്ലേ? തീർച്ചയായും തൊഴിലാളി സർക്കാരാണ്. തൊഴിലാളികളുടെ വിഷമങ്ങൾ കണ്ട് മനസ്സിലാക്കി തീർച്ചയായും അത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യണമെന്നാണ്. തൊഴിലാളി സർക്കാരാണ്. തൊഴിലാളികൾ പടുത്തുയർത്തിയിട്ടുള്ള, തൊഴിലാളികൾ വിയർപ്പും രക്തവും കൊടുത്ത് ഈ നാട്ടിൽ കെട്ടിപ്പടുത്തിട്ടുള്ള സർക്കാരാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ കൃത്യമായി തൊഴിലാളികളോടൊപ്പം നിൽക്കും എന്ന പ്രതീക്ഷ കൊണ്ടാണല്ലോ ഞങ്ങൾ രാജ്ഭവന് മുമ്പിലേക്ക് വന്നത്, അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്കല്ലേ പോവുക.